നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്നുള്ളൊരു സീരീസിലെ 14ാം ചാപ്റ്ററാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. 14ാം ചാപ്റ്ററിൽ 2 ഫോക്കസ് ഏരിയ മാത്രമേ ഉള്ളൂ. ഒന്ന് റെക്ടിഫിക്കേഷൻ അഥവാ റെക്ടിഫയേഴ്സ്, ഹാഫ് വേവ്, ഫുൾ വേവ്. മറ്റൊരു സെക്ഷൻ ലോജിക് ഗേറ്റാണ്. സത്യത്തിൽ ഈ വർഷം നമ്മൾ ഒരുപാട് ഡബിൾ ഓഫർ കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് വളരെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ കടൽ പോലെ വലിയൊരു ഭാഗമാണ്. അതിലെ വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ പാഠത്തിൽ നിഷ്പ്രയാസം നമുക്ക് നല്ലൊരു മാർക്സ് മേടിക്കാനായിട്ട് സാധിക്കും. ഒരു 6 മുതൽ 8 മാർക്ക് വരെ ഇവിടെ നിന്ന് ചോദിക്കാം. അപ്പോൾ 3 or 4 മാർക്സ് ക്വസ്റ്റ്യനാണ് മാക്സിമം ചോദിക്കുക. 5 മാർക്സിനുള്ള സാധ്യത കുറവാണ്. ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 3 മാർക്സിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 മാർക്സിലെ 3 ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടുത്തുന്നത്. 3 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 5 ചോദ്യമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ 5 2 7 ചോദ്യം നമ്മൾ ചെയ്യുന്നതായിട്ട് വരും. അപ്പോൾ നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ടോപ്പിക്ക് റെക്ടിഫിക്കേഷൻ എന്നുള്ളതാണ്. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയറും ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ റെക്ടിഫൈ ചെയ്യുന്നത് എന്നർത്ഥം. ഇവിടെ റെക്ടിഫയറായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മളുടെ ഡയോഡാണ്. ഇത് രണ്ടും വിശദമായിട്ട് ഞാൻ 2 പ്ലേലിസ്റ്റിൽ 2 വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ അത് കാണണേ. അതിൽ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എക്സാമിനേഷൻ പേപ്പറിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത് എന്നർത്ഥം. ഇവിടെ ഡയോഡാണ് ആ ജോലി ചെയ്യുന്നത്. എന്താണ് റെക്ടിഫിക്കേഷൻ? കൊടുക്കുന്ന ഇൻപുട്ട് AC-യെ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ ലോഡ് റെസിസ്റ്റൻസ് വഴി ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ട് DC ആയിരിക്കും. അതേസമയം കൊടുക്കുന്ന ഇൻപുട്ട് AC ആയിരിക്കും. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കൊടുക്കുകയും ഡയറക്റ്റ് കറണ്ടിനെ വാങ്ങുകയും ചെയ്യുന്ന പണിക്ക് പറയുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ. അത് ചെയ്തു തരുന്നത് റെക്ടിഫയറാണ്. ഇവിടെ റെക്ടിഫയർ എലമെൻ്റ് ഏതാണെന്ന് പറഞ്ഞേ? ഡയോഡ്. എന്താ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ? ഒരു വേവ് എന്ന് പറയുന്നാൽ അതിനൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു സമയം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത മൊമെൻറ്റിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും, വീണ്ടും കൂടും, കുറയും. ഇങ്ങനെ പോകുന്നതിന് പറയുന്ന പേരാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് അഥവാ AC എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ച് എ ഹാഫ് വേവ് റെക്ടിഫയർ കൺവേർട്ട് ഓൺലി 1/2 ഓഫ് ദ ഗിവൺ AC-ക്ക് പോസിറ്റീവ് ഹാഫും ഉണ്ട്, നെഗറ്റീവ് ഹാഫും ഉണ്ട്. ഈ നെഗറ്റീവ് ഹാഫ് വരുമ്പോൾ ഈ ഡയോഡ് വെറുതെ റെസ്റ്റ് ചെയ്യും, ഒന്നും ചെയ്യാതെ അവിടെ റെസ്റ്റ് ചെയ്യും. അതിൻ്റെ കാരണത്തിലേക്ക് നമ്മൾ വരാം. അങ്ങനെ കൊടുക്കുന്നത് 2 ഹാഫ് സൈക്കിൾ ആണെങ്കിലും കിട്ടുന്നത് 1 ഹാഫ് സൈക്കിൾ ആയതുകൊണ്ടാണ് ഇതിനെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുക. അപ്പോൾ എന്താണ്? ഹാഫ് വേവ് റെക്ടിഫയർ കൺവേർട്സ് ഓൺലി 1/2 ഓഫ് ദ ഗിവൻ AC ഇൻപുട്ട് ഇൻറ്റു DC ഔട്ട്പുട്ട്. ഇനി ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഡയോഡ് എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷണൽ ഡിവൈസാണ്. യൂണി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ദിശയിൽ മാത്രം കണ്ടക്ട് ചെയ്യുക, അഥവാ നമ്മുടെ സ്വിച്ച് പോലെ. ഓൺ ആണെങ്കിൽ കറണ്ടുണ്ട്, ഓഫ് ആണെങ്കിൽ കറണ്ടില്ല, ബൾബ് കത്തില്ല എന്ന് പറയുന്നത് പോലെ ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഇതാണ്. അപ്പോൾ AC എപ്പോഴും ഇങ്ങനെ ഞാൻ പറഞ്ഞു പ്ലസ്സോ മൈനസോ മാറി മാറി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോമറാണ്. ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് സെക്കൻഡറി, ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇവിടേക്ക് കൊടുക്കാൻ നമ്മൾ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ കൂടെ ഈ കൊടുത്ത ഇൻപുട്ട് ഡയോഡിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇവിടെ എത്തുന്നതെങ്കിൽ, അതായത് ഈ വരുന്ന AC-യുടെ പോസിറ്റീവാണ് ഇവിടെ ഉള്ളതെങ്കിൽ നെഗറ്റീവ് ഇവിടെ ആയിരിക്കും. അപ്പോൾ Aയിൽ പോസിറ്റീവും Bയിൽ നെഗറ്റീവുമായിരിക്കും. എന്ന് വെച്ചാൽ A എൻഡ് പോസിറ്റീവ് ടു പോസിറ്റീവും നെഗറ്റീവ് ടു നെഗറ്റീവും എന്ന് വെച്ചാൽ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ്.
ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ് മാത്രമേ കറണ്ട് കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ കൂടെ കറണ്ട് ഒഴുകും, ലോഡ് റെസിസ്റ്റൻസിൽ കൂടെ വരും. അടുത്ത ഹാഫ് സൈക്കിൾ എത്തുന്നു. ആ സമയത്ത് എ നെഗറ്റീവും ബി പോസിറ്റീവും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് നെഗറ്റീവും നെഗറ്റീവിലേക്ക് പോസിറ്റീവും വരും. റിവേഴ്സ് ബയാസ്ഡ്. റിവേഴ്സ് ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തി വിടില്ല. അപ്പോൾ സെക്കൻഡ് ഹാഫ് സൈക്കിൾ കറണ്ട് ഇല്ല. വീണ്ടും അടുത്ത വേവ് ഇത് വരുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് കണ്ടക്ട് ചെയ്യുന്നു, കറണ്ടുണ്ട്. വീണ്ടും അടുത്ത ഹാഫ് സൈക്കിളിൽ വരുമ്പോൾ ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ഈ ഹാഫ് സൈക്കിൾ കടന്നു വരുന്നു. അങ്ങനെ ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് വരുമ്പോൾ മാത്രം ബൾബ് കത്തുകയും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ കത്താതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഇനി ഇത് ഹാഫ് വേവ് അല്ലേ ഉള്ളൂ, അപ്പോൾ ബാക്കി ഹാഫ് വേവും കൂടെ വേണ്ടേ? വേണം. ഫുൾ വേവ് റെക്ടിഫയർ കൺവേർട്സ് ബോത്ത് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഗിവൺ ഇൻപുട്ട് എ സി ടു ദ ഡി സി ഔട്ട്പുട്ട്. കൊടുക്കുന്ന രണ്ട് ഹാഫ് സൈക്കിളിനെയും പ്ലസ് ആവട്ടെ മൈനസ് ആവട്ടെ രണ്ടുപേരെയും ഇതിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് അടയാളപ്പെടുത്തിയേക്കാം. ഇങ്ങനെയാണ് കറണ്ട് വരിക, ഇതിൽ കൂടെ വന്നിങ്ങനെ വരും. ഓക്കെ, ഇവിടെ അതുപോലെ ഇവിടെ വന്നപ്പോഴാണ് ഞാനത് ഓർത്തത്. രണ്ട് ഹാഫ് സൈക്കിളും വർക്ക് ചെയ്യും, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ D1 പ്രവർത്തിക്കും, D2 റെസ്റ്റ്. സെക്കൻഡ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ D2 പ്രവർത്തിക്കും, D1 റെസ്റ്റ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എ എന്ന് പറയുന്ന എൻഡ് പോസിറ്റീവും ബി എന്ന് പറയുന്ന എൻഡ് നെഗറ്റീവുമാണ്. എന്ന് വെച്ചാൽ ഈ ബി സൈലൻ്റ് ആണ്. അപ്പോൾ കറണ്ട് ഇതുവഴി വരും. നോക്കിയേ, വഴിയുണ്ടല്ലോ. ഇങ്ങനെ വന്ന് കറണ്ട് ഇതുവഴി കടന്നുപോയി ഇതിൽ കൂടെ ഇങ്ങനെ വരുന്ന കറണ്ട് ഇതിൽ കൂടെ ഇവിടെ വന്ന് കംപ്ലീറ്റ് ചെയ്യും. ഇതിൽ കൂടെ ഇവിടെ എത്തും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 ഫോർവേഡ് ബയാസ്ഡ്, D2 റിവേഴ്സ് ബയാസ്ഡ്. അടുത്ത സൈക്കിളിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് വരും? D2 ഫോർവേഡ് ബയാസ്ഡും ആവും. D2ൻ്റെ അവിടെ പ്ലസ് വരും. അതായത് ബി എന്ന് പറയുന്ന ടെർമിനൽ പ്ലസും എ എന്ന് പറയുന്ന മൈനസും വരും. അപ്പോൾ D1 സൈലൻ്റ് ആയിരിക്കും. D2ൽ കൂടെ കറണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ തിരിച്ച് ഇതുവഴി തന്നെ വരും. അപ്പോൾ എപ്പോഴും നമുക്ക് ഔട്ട്പുട്ട്, ഇതാണ് ഔട്ട്പുട്ട്, ഈ ലോഡിൽ കൂടെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഔട്ട്പുട്ടിൽ കൂടെയുള്ള എപ്പോഴും കറണ്ട് ഒരേ ഡയറക്ഷനിലായിരിക്കും. ഇവിടെ ആകുമ്പോൾ കറണ്ട് ഇങ്ങനെ ഒഴുകുന്നു, ഈ സൈക്കിൾ ആകുമ്പോൾ കറണ്ട് ഇങ്ങനെ ഒഴുകുന്നു. രണ്ടായാലും നമ്മളുടെ ഈ കിട്ടുന്ന റെസിസ്റ്റൻസിൽ കൂടെയുള്ള ഔട്ട്പുട്ട് യൂണി ഡയറക്ഷനിലായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇത്ര മാത്രം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് വരുമ്പോൾ D1 കണ്ടക്ട് ചെയ്യുന്നു, D2 സൈലൻറ്റ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ആകുമ്പോൾ വേണമെങ്കിൽ തിരിച്ചറിയാൻ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെയും പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. നെഗറ്റീവിൽ ഇത് കണ്ടക്ട് ചെയ്യില്ല. ഇവിടെ ആണെങ്കിൽ നെഗറ്റീവിൽ D2 കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യില്ല. വീണ്ടും പോസിറ്റീവ് ആകുമ്പോൾ D1 യെസ്, D2 നോ. അങ്ങനെ നമുക്ക് രണ്ട് ഹാഫ് സൈക്കിൾസും ഔട്ട്പുട്ട് കിട്ടും. അതിന് പറയുന്ന ബോത്ത് ഹാഫ് സൈക്കിൾസ്, കണ്ടില്ലേ? ബോത്ത് ഹാഫ് സൈക്കിൾസിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിന് പറയുന്ന പേരാണ് ഫുൾ വേവ് റെക്ടിഫയർ. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ഹാഫ് വേവ്, എന്താണ് ഫുൾ വേവ്, അവരുടെ രണ്ടിൻ്റെ ഫിഗർ നിർബന്ധമായും വരയ്ക്കണം. ഈ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും ശരി, 3 മാർക്കാണെങ്കിലും ഫിഗർ നിർബന്ധമായും വരയ്ക്കണം. ഔട്ട്പുട്ട് ഗ്രാഫും വരയ്ക്കണം. ഇത് ഇൻപുട്ടാണ്, ഇത് ഔട്ട്പുട്ട്. ഇത് ഇൻപുട്ടാണ്, ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. ഔട്ട്പുട്ട്. ഇതാണ് ഔട്ട്പുട്ട് വേവ് ഫോം, ഇത് ഇൻപുട്ട് വേവ് ഫോം. ഇൻപുട്ട് എന്ന് പറയുന്നത് AC ആണ്. ക്ലിയർ? ഇനിയുള്ളത് സെക്കൻഡ് പാർട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇത്രയും നമുക്ക് റെക്ടിഫയർ പാർട്ടെന്ന് വേണമെങ്കിൽ മാറ്റിവെക്കാം. ഇതിനിപ്പുറത്തോട്ട് ലോജിക് ഗേറ്റ്സ്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ വാതിൽ എന്നല്ലേ? ഇതൊരു ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്ന ജോർജ് ബൂളിൻ്റെ ഒരു ഓൾജിബ്ര വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ലോജിക് ഗേറ്റ്സ്. ബൂളിയൻ ഓൾജിബ്രയാണ് അതിൻ്റെ തത്വം. ജോർജ് ബൂൾ എന്ന് പറയുന്ന ആളാണ് ഈ ഓൾജിബ്ര ഉണ്ടാക്കിയത്. അദ്ദേഹം ഉപയോഗിക്കുന്നത് ന്യൂമറൽസ് ആയിട്ടാകെ ബൈനറിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഡെസിമൽ സിസ്റ്റമാണ്. ഡെസിമൽ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? നമ്മുടെ വിരൽ പോലെ 10 എണ്ണം ഉണ്ട്.
0 1 2 3 4 5 6 7 8 9 9ഉം 0 കൂടെ ചേരുന്ന 10 അക്കമാണ് നമ്മുടെ ഡെസിമൽ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ സിസ്റ്റം കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും എല്ലാ ഡിജിറ്റൽ സംവിധാനവും വർക്ക് ചെയ്യുന്ന 2 ആളുകളേ ഉള്ളൂ. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. 0 എന്ന് പറഞ്ഞാൽ നോ, 1 എന്ന് പറഞ്ഞാൽ യെസ്, ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല, അത്രയേ ഉള്ളൂ. സ്വിച്ച് ഓൺ ഓഫ്. അപ്പോൾ ഈ ബൈനറി നമ്പേഴ്സ് വെച്ച് വർക്ക് ചെയ്യുന്ന ഓൾജിബ്രയാണ് ബൂളിയൻ ഓൾജിബ്ര. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അവരെ മാത്രമാണ്. ഗേറ്റ് എന്ന് പറയുന്നത് ലോജിക് ഗേറ്റ് ആണ്. ഏതോ ഒരു ലോജിക്കിലാണ് അത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും. ആ ലോജിക് ഗേറ്റ്സിന് പല പേരുകൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു ഗേറ്റ്, ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പേരിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 5 പേരെയാണ് പരിചയപ്പെടുന്നത്. ഓറ്, നോറ്, ആൻഡ്, നാൻഡ്, നോട്ട്. ഇത് രണ്ടുപേരും ശ്രദ്ധിച്ചറിയാം. ഓറിൻ്റെ കൂടെ എൻ ചേർത്തപ്പം നോറായി, ആൻഡിൻ്റെ കൂടെ എൻ ചേർത്തപ്പം നാൻഡായി, നോട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു കക്ഷി. അങ്ങനെ 5 പേരാണുള്ളത്. ഈ 5 പേരെ എങ്ങനെ തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനം തന്നെയാണ് തിരിച്ചറിയുന്നത്. പേരിലും ഉണ്ട്. ഓർ എന്ന് പറഞ്ഞാൽ എ ഓർ ബി, എയോ ബിയോ രണ്ടിലാരെങ്കിലും മതി. ആൻഡ് എന്ന് പറഞ്ഞാൽ 2 പേരും വേണം, എ ആൻഡ് ബി. 2 പേരും കൂടെ വരുമ്പോഴാണ് ആൻഡ് എന്ന് പറയുക. ഇനി നോർ എന്ന് പറഞ്ഞാൽ ഓർ അല്ലാത്തത്, നോട്ട് ഓർ. ഓറിൻ്റെ നേരെ വിപരീതം. നോട്ട് എന്ന് പറഞ്ഞാൽ വിപരീതം. നോട്ട് നെഗേഷൻ ആണല്ലേ. നോട്ട്, നോ എന്ന് പറഞ്ഞാൽ എന്താ? അരുത് എന്നല്ലേ അർത്ഥം. അപ്പം നോട്ട് എന്ന് പറയുന്നത് ഓറിനെ നോട്ട് ചെയ്യുക, അതാണ് നോർ. ആൻഡിനെ നോട്ട് ചെയ്യുക, അതാണ് നാൻഡ്. ഇതൊക്കെ വിശദമായി ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്നും കൂടെ നോക്കിയാൽ മതിയാവും. ഇനി നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറയട്ടെ, 5 ഗേറ്റ്സ്. അതിൻ്റെ പേര് പഠിച്ചല്ലോ, ഓർ, നോർ, ആൻഡ്, നാൻഡ്, നോട്ട്. ഓക്കെ, ഇനി അത് എഴുതുന്നത് ഇതെല്ലാം ഈ 4 പേരുടെയും പ്രത്യേകത എ ബി എ ബി എ ബി എ ബി എന്ന് വെച്ചാൽ അവർക്ക് 2 ഇൻപുട്ട്സ് ഉണ്ട്. ഇദ്ദേഹത്തിന് ബി ഇല്ല. അപ്പം നോട്ടെന്ന് പറയുന്നതിന് ഒരൊറ്റ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചോളാം. ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ എ ബി എന്ന് എഴുതുമ്പോൾ ഇതിന് മാത്രം എന്ന് എഴുതിയിട്ടുള്ളൂ. അതവിടെ നോക്കുമ്പോഴും അറിയാം. ഇതതിൻ്റെ സിമ്പിളാണ്. പല സിമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ഇൻപുട്ടാണ് എ ബി. ഇവിടെ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കിട്ടിയല്ലോ. അതേപോലെ ഇൻപുട്ടാണ് എ ബി, ഔട്ട്പുട്ട് വൈ, എ ബി വൈ, എ ബി വൈ, എ ബി വൈ. ഇവിടെ നോക്കൂ, എ മാത്രമേ ഉള്ളൂ. ഒരു ഇൻപുട്ടേ ഉള്ളൂ, ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. ഔട്ട്പുട്ട് എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മാത്രം. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ സിമിലറാണ് പല കാര്യങ്ങൾക്കും. ഏതൊക്കെയാണ് സിമിലാരിറ്റി? എല്ലാവർക്കും 2 ഇൻപുട്ട്, 1 ഔട്ട്പുട്ട്. ഇനി എല്ലാവരുടെ എഴുതുമ്പോൾ എ ബി എന്ന് വേണം. ഇവിടെ മാത്രം എന്ന് മതി. അപ്പോൾ ഈ ലാസ്റ്റ് കോളത്തിലുള്ള ആൾ ഏതൊക്കെയോ സ്പെഷ്യാലിറ്റി ഉള്ള ആളാണ്, അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് 4 പേരെ പഠിക്കാം. അപ്പോൾ നമ്മൾ പെയറായിട്ട് പഠിക്കുന്ന എളുപ്പം. ഓറ്, നോറ്, ആൻഡ്, നാൻഡ് അങ്ങനെ പഠിക്കുന്നതാണ് എളുപ്പം. അപ്പോൾ അതിന് സിമ്പിളുണ്ട്. നമ്മളിത് പ്ലസ് എന്ന് പറയില്ല, എ ഓർ ബി. ഞാൻ പറഞ്ഞു ജോർജ് ബൂൾ ഇട്ടിരിക്കുന്ന പേരാണ്. എ പ്ലസ് ബി എന്നല്ല പറയുക, y ഈക്വൽ ടു എ ഓർ ബി. അതുപോലെ ഇതിൻ്റെ അർത്ഥം കോംപ്ലിമെൻറ്റ് അഥവാ നമ്മൾ ട്രാൻസ്പോസ് എന്നൊക്കെ പറയുന്ന പോലെ ഡിറ്റർമിനൻസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ബാർ പഠിക്കാറുണ്ട്. അതുപോലെ അതിൻ്റെ നേരെ വിപരീതം എന്നർത്ഥം. അപ്പോൾ എ ഓർ ബി എന്ന് എഴുതിയ അതിൻ്റെ ഓപ്പോസിറ്റാണ് എ ഓർ ബി ബാർ. അതുപോലെ തന്നെ ഇതിന് എ ഡോട്ട് ബി അല്ല, എ ആൻഡ് ബി പറയുന്ന അങ്ങനെയാണ്. എ ആൻഡ് ബി, എ ഓർ ബി, എ ഓർ ബി ബാർ. ഇവിടെയോ എ ആൻഡ് ബി, അതിൻ്റെ നേരെ തിരിച്ച് എന്ന് കാണിക്കാനാണ് എ ബാർ. അപ്പോൾ എ ഡോട്ട് ബി ബാർ. ഇത് കണ്ടോ, ഇതും അതുപോലെ എ ബാർ. എ ബാർ എന്താ? എ കൊടുത്തു, കിട്ടിയത് എ ബാർ. അപ്പോൾ നമുക്കറിയാം കൊടുക്കാൻ ആകപ്പാട് ആരേ ഉള്ളൂ? 0യും 1ഉം, വേറെ ആരെയും കൊടുക്കാനില്ല. അപ്പോൾ
അപ്പോൾ 0 കൊടുത്താൽ 1 കിട്ടും, 1 കൊടുത്താൽ 0 കിട്ടും. അത്രയേ ഉള്ളൂ. നോട്ട് ഗേറ്റ് പഠിച്ചു കഴിഞ്ഞില്ലേ? ബാക്കിയുള്ളവരെ നോക്കാം. നോക്കൂ, എല്ലാത്തിൻ്റെ എയും ബിയും ഞാൻ ഒരുപോലെ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, കണ്ടോ? ഈ കോളം എ ആൻഡ് ബി, എ ആൻഡ് ബി, എ ആൻഡ് ബി, എ ആൻഡ് ബി ഒക്കെ ഒരേപോലെയാണ്. അപ്പോൾ ഇൻപുട്ട് ഓപ്ഷൻസ് ഒരുപോലെയാണ്. പിന്നെ എവിടെ വ്യത്യാസം വരുന്നത്? ഔട്ട്പുട്ടിലാണ്. വൈക്കാണ് വ്യത്യാസം വരുന്നത്. എന്താണ് വൈയിൽ വരുന്ന വ്യത്യാസം? ഇതിൻ്റെ സിമ്പലും കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. സിമ്പൽ, ഈ ചിത്രം കാണിച്ചിരിക്കുന്നത് ഓറിനുള്ളതാണ്. ഇത് നോർ. നോറെന്ന് പറഞ്ഞാൽ ഓറിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു വട്ടം കൂടെ കൊടുക്കുക. ഈ നോട്ട് കാണിക്കുന്നത് ഒരു വട്ടം കൊണ്ടാണ്. അപ്പം ഓറ് വരയ്ക്കുക, അതിൻ്റെ ഔട്ട്പുട്ടിൽ വട്ടം കൊടുത്താൽ നോർ. ഇതാണ് ആൻഡ്. ആൻഡിൻ്റെ ഔട്ട്പുട്ടിൽ വട്ടം വരച്ചാൽ നാൻഡായി. കാരണം വട്ടം എന്നുള്ളത് നോട്ടിൻ്റെ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഈ എന്നാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന എൻ. ഈ എന്നൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് ഔട്ട്പുട്ടിലാണ്. അതുകൊണ്ടാണ് ഇവിടെ വട്ടം ഇട്ടിരിക്കുന്നത് കേട്ടോ. ചിത്രവും സിമ്പലൊക്കെ കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പം നമ്മൾ എന്തൊക്കെ പഠിക്കണം? ഒരു ഗേറ്റിനെ പഠിച്ചാൽ ഒന്ന് അതിൻ്റെ പേര് പഠിക്കണം, അടുത്തതിൻ്റെ ബൂളിയൻ ഇക്വേഷൻ എന്ന് പറയും. ബൂളിയൻ ഓൾജിബ്ര എന്ന് പറഞ്ഞതുപോലെ ബൂളിയൻ ഇക്വേഷൻ, അതിൻ്റെ സിമ്പൽ, അതിൻ്റെ ട്രൂത്ത് ടേബിൾ. 4 കാര്യം അറിയണം. എന്തൊക്കെയാണ്? ഗേറ്റിൻ്റെ പേര്, അതിൻ്റെ ബൂളിയൻ ഓൾജിബ്ര, അതിൻ്റെ സിമ്പൽ, അതിൻ്റെ ട്രൂത്ത് ടേബിൾ. പരീക്ഷയ്ക്ക് ഏതെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് പറയും ഐഡൻറ്റിഫൈ. ഒന്നുകിൽ ട്രൂത്ത് ടേബിൾ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ സിമ്പൽ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ തന്നിട്ട് പറയും, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഒരു ഗേറ്റ് തന്നെ പറയും, എന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എഴുതാൻ പറയും. അപ്പം ഇതൊക്കെ ഫില്ലപ്പ് ദ ബ്ലാങ്ക് പോലെയാണ്. ഏത് കോളാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എന്ന് വരില്ല. അപ്പം അതുകൊണ്ട് ഇത് 5 ചോദ്യം തന്നെയായിട്ട് ചിന്തിക്കാം. ഒരു ചോദ്യമായിട്ട് ഞാൻ എഴുതിയെങ്കിലും ഇത് 5 ചോദ്യമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞു വന്നാൽ നമ്മൾ എയും ബിയും എല്ലാവർക്കും ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ എയും ബിയും ആകെ 2 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. എക്ക് എന്തൊക്കെ ഓപ്ഷൻ എടുക്കാം? 0ഉം 1ഉം. ബിക്കും എന്തൊക്കെ ഓപ്ഷൻ എടുക്കാം? 0ഉം 1ഉം. അങ്ങനെ എക്കും 0ഉം 1ഉം, ബിക്കും 0ഉം 1ഉം ഓപ്ഷൻ എടുത്തപ്പം 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? 0 0, 0 1, 1 0, 1 1. ക്ലിയർ? ഇനിയാണ് ഉത്തരം. ഓറാണ് ഉത്തരം. അങ്ങനെ ആലോചിക്കണം. എ ഓർ ബി ഹൈ ആയാൽ ഔട്ട്പുട്ട് ഹൈ ആവും. അതാണ് അർത്ഥം. എയോ ബിയോ ഹൈ ആയാൽ, ഹൈ എന്ന് പറഞ്ഞാൽ 1, ലോ എന്ന് പറഞ്ഞാൽ 0. ഇതിലേതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും. ഏതെങ്കിലും ഒരു സ്വിച്ച് മതി. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി. നോക്കാം, ഇവിടെ 2 ഓഫാണ്, ഒന്നും കത്തുന്നില്ല. ഇവിടെ ബി ബൾബ് ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെ എ ബൾബ് ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെ എയും ബിയും ഉണ്ട്, ഓക്കെ. അപ്പം എ ഓർ ബി ഹൈ ആയാൽ ഔട്ട്പുട്ട് ഹൈ. ഈ കോളം കിട്ടിയ ഇത് എളുപ്പമാണ്. ഇത് ഓർ അറിയാമെങ്കിൽ നോറിന് എന്ത് ചെയ്താൽ മതി? ഈ ലാസ്റ്റ് ലൈൻ പിടിച്ച് ബബിൾ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇൻവേർട്ട് ചെയ്താൽ മതി. ലാസ്റ്റ് ലൈൻ എന്താ? ഇവിടുത്തെ 0 1 1 1. ഇവിടുത്തെ എന്താ? 1 0 0 0. അപ്പം ഇത് പഠിച്ചാൽ ഇത് ഫ്രീ. റെഡി അല്ലേ? കണ്ടോ, ഒറ്റയടിക്ക് ഇത് 2ഉം പഠിച്ചു കഴിഞ്ഞു. ഇനി ആൻഡും നാൻഡും ഇതുപോലെ നമുക്ക് പഠിക്കാം. ആൻഡ് എന്താണ്? ആൻഡ് പറയുന്നത് 2 പേരും ഹൈ ആയാലേ, എ ആൻഡ് ബി ഹൈ ആയാലേ ഔട്ട്പുട്ട് കത്തുള്ളൂ. ബാക്കിയൊന്നും കത്തില്ല. ഇത് 2ഉം കൂടെ ഹൈ ആണോ? അല്ല. ഇതാണോ? അല്ല. ഇതാണോ? അല്ല. ഇത് 2ഉം ഹൈ ആണ്. ഔട്ട്പുട്ട് ഹൈ ആണ്. വേറൊരു ഓപ്ഷനിലും ഔട്ട്പുട്ട് കത്തുന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞത്? ഏതെങ്കിലും ബൾബ് കത്തിയാൽ ഔട്ട്പുട്ട് കിട്ടും. ദാ കത്തി, കിട്ടി. ഇവിടെ ഏതെങ്കിലും പോരാ, 2ഉം കത്തിയാൽ ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ? ഇനി ഇതിൻ്റെ നേരെ ബാർ എടുക്കുക. ഇങ്ങോട്ട് പോകാൻ നാൻഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാർ ഇടുക. 0 കൊടുത്താൽ 1, 1 കൊടുത്താൽ 0. അപ്പം ഇവിടെ എവിടേക്കാണ് 0? അവിടെയൊക്കെ 1 കൊടുക്കുക. എവിടെയാണ് 1? അവിടെ 0 കൊടുക്കുക. പണി തീർന്നു. അപ്പോൾ എളുപ്പമല്ലേ? തുടങ്ങിയപ്പോൾ വിചാരിച്ച് എന്താ ഈ മിസ് കാണിച്ചു വെച്ചിരിക്കുന്നത്, സകലതും കൊണ്ട് വരച്ചിട്ട്. ഇപ്പം ക്ലിയർ ആയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, അരിമണിയുടെ മുകളിലാണ് കോലം വരയ്ക്കുന്നത്. ഇത്രയും ചെറിയ അരിമണിയുടെ മുകളിൽ വലിയ കോലം വരയ്ക്കുകയാണ്.
അപ്പോൾ ശ്രമകരമല്ലേ ജോലി? എന്നാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന എൻ്റെ വിചാരം. നോക്കാം. പിന്നെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നാൻഡും നോറും ഗേറ്റുകളെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പം 2+3 5 ആണെന്ന് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? പക്ഷെ കുറച്ചും കൂടെ വലുത് 23 + 32 55 അല്ലേ? അത് എവിടുന്നാണ് കിട്ടിയത്? 2ഉം 3ഉം പെറുക്കി വെച്ചിട്ട് തന്നെ അല്ലേ? എന്ന് വെച്ചാൽ ചെറിയ 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 കട്ട പെറുക്കി വെച്ചിട്ടല്ലേ വലിയ വീടുണ്ടാവണത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനത്തെ ആ ചെറിയ ചെറിയ കട്ടയുടെ പേരാണ് നാൻഡും നോറും. അപ്പോൾ വലിയ വീടുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കട്ട ഈ 5 എണ്ണത്തിൽ ഏത് എന്ന് ചോദിച്ചാൽ നോറും നാൻഡുമായിരിക്കും. അപ്പം നോറും നാൻഡും കൊണ്ട് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാൻ കാരണം ഓൾ അതർ ഗേറ്റ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദം. നമ്മൾ സാധാരണ വിബ്ജിയോറിൽ 3 കളേഴ്സ് ഫണ്ടമെൻ്റൽ കളേഴ്സ് എന്ന് പറയാറില്ലേ? ആ കളേഴ്സ് ഉപയോഗിച്ച് ബാക്കി എല്ലാ കളേഴ്സിനെയും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നവർക്കറിയാം, മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ കളറും കൂടെ ആവശ്യമില്ല. 3 ബേസിക് കളേഴ്സ് ഉണ്ടായാൽ ബാക്കി എല്ലാ കളേഴ്സും നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. സെയിം ലോജിക്കാണ്. നോർ ഗേറ്റും നാൻഡ് ഗേറ്റും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഗേറ്റ്സിനെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അവരുടെ പേരെന്താണ്? യൂണിവേഴ്സൽ ഗേറ്റ്. ആ വാക്കും ഓർത്ത് വയ്ക്കണം. അപ്പോൾ 8 ചോദ്യം നമ്മൾ പഠിച്ചു എന്ന് വേണം പറയാൻ, ഇല്ലേ? ഏതൊക്കെ 8 ചോദ്യം? ഹാഫ് വേവ്, ഫുൾ വേവ്, 5 ഗേറ്റുകൾ ഏതെല്ലാം ക്ലിയറായിട്ട് പഠിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 6ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കുന്നത്? കിട്ടിയല്ലോ? അപ്പോൾ വേഗം തന്നെ വരച്ചെഴുതി പഠിച്ചോ. നല്ലൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. താങ്ക് യു.